മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശിയും പ്രതാപനെയും സ്റ്റേഷനിൽ കയറ്റിയതിൻ്റെ പ്രതികാരം എന്നോണം പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് ഒരു വാടക കൊലയാളിയെ ഏർപ്പാടാക്കി മോഹിനിയമ്മ ഉണ്ടാക്കി കൊടുത്ത പലഹാരത്തിൽ തന്നെ വിഷമരുന്ന് കലർത്തുന്നുണ്ട്. അതറിയാതെ മഹാലക്ഷ്മിയാണെങ്കിൽ ആ പലഹാരം എടുത്ത് കഴിക്കുകയും പിന്നീട് വൊമിറ്റിങ്ങും ദേഹം തളരുകയൊക്കെ ചെയ്തത് തുടർന്ന് അനന്തും ലേഖയും എല്ലാവരും കൂടി മഹാലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം വൈദ്യർക്ക് വിഷമരുന്നാണ് ഉള്ളിൽ പോയതെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിന് ശേഷം സൂക്ഷിക്കണ്ടേ എന്നും പറഞ്ഞ് മറുമരുന്ന് കൊടുക്കുന്നു. തൽക്കാലം കുഞ്ഞിനും അതുപോലെ ഉള്ളിൽ ചെന്ന മരുന്ന് എഫക്റ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിർവീര്യമാക്കാനുള്ള മരുന്ന് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാലും മഹാലക്ഷ്മിക്ക് ഓരോ നിമിഷവും കാര്യങ്ങൾ വഷളായിക്കൊണ്ടേയിരിക്കുന്നു. അതേസമയം താൻ സ്വന്തം മകളായി കാണുന്ന മഹാലക്ഷ്മിക്ക് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കാൻ പാടില്ലെന്നും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആ പയ്യനും ആ കൊച്ചിനും താങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ പല മരുന്നുകളും പരീക്ഷിച്ച് നോക്കുന്നുണ്ട് തോമസ് വൈദ്യർ. കരുണയാണെങ്കിൽ ഈ സന്തോഷ വാർത്ത കരുണാലയത്തിൽ നേരിട്ട് പോയി മുത്തശ്ശിയെ അറിയിക്കുന്നു. അപ്പം മോഹിനി തൽക്കാലം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. കരുണ മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ പോയ കാര്യം അറിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും എൻ്റെ ഏട്ടനെ ചതിച്ച് മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ സ്ത്രീ എന്തായാലും പ്രസവിക്കാനൊന്നും പോകുന്നില്ല. ഇന്നത്തോടെ ആ കുഞ്ഞ് നശിക്കും എന്നുള്ള കാര്യം അറിയുന്ന കണ്ണനാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുന്നു. തങ്ങൾ ഇത്രയും നാൾ നടത്തിയ നാടകം വിഫലമാകാൻ പോകുകയാണോ എന്നുള്ള ടെൻഷനാണ് കണ്ണന്. അതുകൊണ്ട് തന്നെ കണ്ണൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അനന്തുവിനെ വിളിച്ച് തിരക്കുന്നുണ്ട്. ഇപ്പം മഹിയും കൂട്ടി ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോയത്? അപ്പോൾ അനന്തു ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ അറിഞ്ഞു എന്ന്. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇവിടെയും കുറേ ശത്രുക്കളുണ്ടല്ലോ. അവരുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവരൊരാളെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. ശരിക്കും പറഞ്ഞാൽ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തടയാൻ പറ്റുമായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെന്നോട് തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിച്ച് വിഷമിക്കുന്ന കണ്ണനോട്, നീ വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വൈദ്യരാണെങ്കിൽ മറുമരുന്ന് കൊടുക്കുന്നുണ്ട് മഹിക്ക് എന്ന് പറഞ്ഞത് തുടർന്ന് കണ്ണനാണെങ്കിൽ എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പം അനന്തുവിനെ കണ്ടതും അനന്തു പെട്ടെന്ന് തോമസ് വൈദ്യരുടെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. അതേസമയം കരുണയാണെങ്കിൽ സ്വത്തുക്കളെല്ലാം മോഹിച്ച്, അതായത് മഹാലക്ഷ്മിയുടെ ക്യാബിനിലിരുന്ന കരുണയ്ക്ക് ഒരാഗ്രഹം, ഇനി ജീവിതകാലം മുഴുവനും തനിക്ക് ആ സ്വത്തുക്കളെല്ലാം കൈയടക്കണമെന്നും മഹാലക്ഷ്മിയുടെ ക്യാബിൻ എനിക്ക് തന്നെ സ്വന്തമാക്കണമെന്നുള്ള കാര്യം. അപ്പം മുത്തശ്ശി പറയുന്ന മോളുടെ ആഗ്രഹമൊക്കെ ഉറപ്പായിട്ട് നടക്കും. സീമന്തിനിയമ്മായി പറഞ്ഞ ആ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്തതിന് ശേഷം എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നുണ്ടല്ലോ. മഹിയെ കണ്ണനിൽ നിന്ന് അകറ്റാൻ പറ്റി. ശേഷം മഹിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും ഇതോടെ അവസാനിപ്പിക്കാൻ പറ്റി. കുഞ്ഞ് മരിച്ച കാര്യമൊന്നും നമുക്കറിയാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പം അവളെന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യം സത്യമല്ലേ. ആ മരുന്നുള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാനൊന്നും പറ്റില്ല മോളെ എന്ന് ആശ്വസിപ്പിക്കുന്നു. എന്തായാലും സ്വാതി മോളെ കണ്ണൻ കല്യാണം കഴിച്ചാലും നാളെ ഒരു സമയത്ത് അവന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ നോക്കുമ്പം ഉണ്ണിക്കും നിനക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്കാണ് ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം എന്ന് പറഞ്ഞ് വീണ്ടും കരുണയെ ഒരുപാട് പ്രതീക്ഷകൾ നൽകി സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഇതെല്ലാം തിരിച്ചാണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം അറിയുമ്പം മുത്തശ്ശിയും അതിനേക്കായും ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്ന കരുണയും എങ്ങനെ താങ്ങാനാകുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലെത്തിയ കണ്ണനോട് വൈദ്യർ പറയുന്നുണ്ട്, ഞാൻ തൽക്കാലം മറുമരുന്ന് കൊടുത്തിട്ടുണ്ട്. ആ മരുന്ന് ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ കുഞ്ഞിന് തൽക്കാലം ആപത്തൊന്നും സംഭവിക്കില്ല. എന്നാലും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും ഹോസ്പിറ്റലിൽ നിന്നുള്ള ചികിത്സ തന്നെ തൽക്കാലം മഹിക്ക് വേണമെന്നൊക്കെ പറയുന്നത് പ്രകാരം മഹാലക്ഷ്മിയും കൂട്ടി കണ്ണനും അനന്തവും ലേഖയും എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. മഹിക്ക് ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുവാണ്. മഹിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നും കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അനന്തവും അതുപോലെ കണ്ണനും ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് ട്രിപ്പ് ഇട്ടിരിക്കുവാണെന്നും തൽക്കാലം ഒന്നും പറയാൻ പറ്റില്ല. ഇത്രയും കൊടിയ വിഷം ഉള്ളിൽ ചെന്നിട്ടും കുഞ്ഞിനെ യാതൊരു ആപത്തും സംഭവിക്കാത്തത് വൈദ്യർ കൊടുത്ത മറുമരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടായിരിക്കും. എങ്കിലും 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്ന് ഡോക്ടർ തീർത്ത് പറയുമ്പോൾ കണ്ണനാണെങ്കിൽ ആകെ സങ്കടപ്പെടുന്നുണ്ട്. താൻ സങ്കടപ്പെടേണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് ഡോക്ടറും അതുപോലെ അനന്തവും കണ്ണനെ സമാധാനിപ്പിക്കുന്നു. അതേസമയം തൻ്റെ കുഞ്ഞ് നഷ്ടമാകുമോ എന്നും പറഞ്ഞ് ലേഖയോട് സങ്കടപ്പെടുന്ന മഹാലക്ഷ്മിയെ സമാധാനപ്പെടുത്താൻ ലേഖ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ സംഭവങ്ങളും അറിഞ്ഞ മാർക്കോയാണെങ്കിൽ കണ്ണൻ സാറിനെയും അതുപോലെ മഹാലക്ഷ്മിയെയും കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അതേസമയം ആരായിരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും കണ്ണൻ പറയുന്നു, മറ്റാരും ആയിരിക്കില്ല. എന്തായാലും മേഘൻ തളർന്നു കിടക്കുന്ന ഈ സാഹചര്യത്തിൽ
ഈ ചതി ചെയ്തത് പ്രതാപനാണെന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട്. അതറിഞ്ഞ മാർക്കോയാണെങ്കിൽ പ്രതാപനെ നേരിട്ട് കാണാൻ രാത്രി മുഖംമൂടി അണിഞ്ഞു പോകുന്നു. മാത്രമല്ല ആരാണ് ഈ കൃത്യം ചെയ്തതെന്നുള്ള കാര്യം പ്രതാപനെ തല്ലി ശരിയാക്കി തുറന്നു പറയിക്കുന്നുണ്ട് മാർക്കോ. അങ്ങനെ അവശനായ പ്രതാപനെ എത്രയും പെട്ടെന്ന് മറ്റാരൊക്കെയോ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം മുത്തശ്ശിയും അതുപോലെ കരുണയും ഭയന്നതുപോലെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്താലും ആ വാടക കൊലയാളി സത്യങ്ങൾ തുറന്നു പറയില്ലേലും ചെയ്യിച്ചവരെ കൊണ്ട് തന്നെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് മാർക്കോ. പ്രതാപൻ്റെ ക്രൂരതയുടെ ഫലം അയാൾ അനുഭവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ നിമിഷമായിരിക്കും ആ ഞെട്ടിക്കുന്ന സത്യം കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ അറിയാൻ പോകുന്നത്. അതായത് മഹാലക്ഷ്മിയുടെ കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിച്ചില്ലെന്നും തങ്ങളുടെ ശ്രമം വിഫലമായെന്നുള്ള കാര്യം അധികം താമസിക്കാതെ അറിയും. കാത്തിരിക്കാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട്.